നവംബർ 28 നിർണായക പോരാട്ടങ്ങളുടെ ദിനമായിരുന്നു ഈ വെള്ളിയാഴ്ച. നീണ്ടുപോയ പോരാട്ടങ്ങൾ രാജ്യത്തിന്റെ നെഞ്ചിടിപ്പ് കൂട്ടി. ലോകത്തിന്റെ കണ്ണുകൾ മുഴുവൻ ഇന്ത്യയിലേക്ക്. ബന്ദികളെക്കുറിച്ചുള്ള ആശങ്കകൾ ഉച്ചസ്ഥായിലായ ഈ ദിനം അതീവ കൃത്യതയോടെ ശ്രദ്ധയോടെ സൈന്യം മുന്നേറിയപ്പോൾ ലോകം ശ്വാസമടക്കി പിടിച്ചിരുന്ന ഈ 24 മണിക്കൂറുകൾ 24 യുഗങ്ങളായി. ഇസ്രായേലികൾ അടക്കമുള്ള വിദേശികൾ താമസിക്കുന്ന നരിമാൻ ഹൌസ്. ഈ കെട്ടിടം തീവ്രവാദ ആക്രമണത്തിന് തിരഞ്ഞെടുത്തതിനു പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന കെട്ടിടങ്ങൾ കമാൻഡോ ഓപ്പറേഷനെ ഏറെ ദുഷ്കരമാക്കി. അതുകൊണ്ട് തന്നെ കമാൻഡോകളുടെ ഓരോ നീക്കവും സൂക്ഷ്മതയോടെയായിരുന്നു. സമയം പുലർച്ചെ 6 മണി. മുംബൈയിലെ പ്രസിദ്ധമായ നരിമാൻ ഹൌസിന് മുന്നിൽ സൂര്യവെളിച്ചം വീണത് ഹെലികോപ്റ്റർ ഇരമ്പലുകളുടെ അകമ്പടിയോടെ. But clearly the operation is now under full swing. But one can say that it could be just moments before the fun. വ്യോമസേനയും NSGയും മറൈൻ കമാൻഡോകളും പ്രദേശം വളയുന്നു. പ്രദേശവാസികളെ സുരക്ഷിതമായ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റി. തന്ത്രപ്രധാന സ്ഥലങ്ങൾ കമാൻഡോകൾ നിയന്ത്രണത്തിലാക്കി. 7 മണിയോടെ വ്യോമസേനാ വിമാനത്തിൽ 30 NSG കമാൻഡോകൾ നരിമാൻ ഹൌസിലേക്ക് ഊർന്നിറങ്ങി. ഇതിനു മുന്നോടിയായി കനത്ത വെടിവെപ്പ് നടത്തിയിരുന്നു. ഇവരുടെ എയർ ഡ്രോപ്പിനുള്ള സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി. Also some confusion over whether there are people still inside the Nariman house, people either being held hostage or trapped inside it. Well, Ankita, that's something that we don't really have a clear picture of yet. Even the commanders are saying that although they don't believe that there are any more people, but they don't want to take any chances because they say there may be some people still held there, still being held hostage. So they're sort of moving in. 30 കമാൻഡോകളും നരിമാൻ ഹൌസിന്റെ മുകൾ തട്ടിലിറങ്ങിയതോടെ മറ്റു കെട്ടിടങ്ങളിലെ സൈനികർ പൊസിഷൻ എടുത്തു. 100ഓളം സൈനികർ. അവർക്ക് ഒരൊറ്റ ലക്ഷ്യമാണ്. 30 പേരിൽ 8 പേർ ആദ്യഘട്ടത്തിൽ നരിമാൻ ഹൌസിലേക്ക് ഇറങ്ങി. മുകളിലത്തെ ആദ്യ 2 നിലകളിൽ ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായില്ല. ഇരപിടിക്കുന്ന കടുവയുടെ സൂക്ഷ്മതയോടെ ഓരോ ഇഞ്ചും ക്ലിയർ ചെയ്ത് ഇവർ മുന്നോട്ട് നീങ്ങി. നിർണായകമായ 3-ാം നിലയിൽ അവർ പ്രവേശിച്ചതും പോരാട്ടം തുടങ്ങുകയായിരുന്നു. ഇതേ സമയം തന്നെ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ നിന്നും കമാൻഡോകൾ മുകളിലേക്ക് ഇരച്ചുകയറി. പക്ഷേ 2-ാം നിലയ്ക്കപ്പുറം കടക്കാൻ അവർക്കുമായില്ല. തീവ്രവാദികൾ ബന്ദികളാക്കി വെച്ച യഹൂദ റബ്ബിയും കുടുംബവും ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുവെന്ന പ്രതീക്ഷയിൽ അന്തിമ ആക്രമണത്തിലേക്ക് മുതിരാതെ NSG പ്രതിരോധത്തിലേക്ക്. പരൽമീൻ പൊന്തിവരാൻ കാക്കുന്ന ഒരു പൊന്മാനിനെ പോലെ. ഒരു നിമിഷം മതിയായിരുന്നു സൈനികർക്ക് കൊത്തിയെടുത്ത് പറക്കാൻ. ഈ സമയത്ത് ട്രൈഡന്റിൽ മുഴുവൻ ബന്ദികളെയും മോചിപ്പിച്ചു എന്ന വാർത്ത പുറത്തുവന്നു. ട്രൈഡന്റ് സൈന്യം കീഴടക്കി എന്ന വാർത്തയും സ്ഥിരീകരിച്ചു. അതോടെ നിർണായകമായ 3-ാം നിലയിലേക്ക് പ്രവേശിക്കാൻ സൈന്യം ഉറച്ചു. കനത്ത വെടിയൊച്ചകളും ഉഗ്ര സ്ഫോടനങ്ങളും നരിമാൻ ഹൌസിനെ വിറകൊള്ളിച്ചു.
നരിമാൻ ഹൌസിൽ ഇരുൾ വീഴാൻ തുടങ്ങി. ഇപ്പോൾ വെടിയൊച്ചകളില്ല. ഏറെ നേരത്തെ ശാന്തതയ്ക്കു ശേഷം ആംബുലൻസുകൾ പാഞ്ഞെടുക്കുന്നു. കമാൻഡോകൾ പുറത്തേക്ക്. ഉടൻ തന്നെ നരിമാൻ ഹൌസ് കീഴടക്കിയെന്ന വാർത്ത. 4 തീവ്രവാദികളെ ഇവിടെ വധിച്ചു. പക്ഷേ യഹൂദബന്ദികൾ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത രാജ്യത്തെ ദുഃഖത്തിലാഴ്ത്തി. ട്രൈഡന്റും നരിമാൻ ഹൌസും സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായതോടെ ശ്രദ്ധകൾ മുഴുവൻ താജിലേക്കായി. താജിലെ പോരാട്ടത്തിൽ മലയാളി മേജർ മരിച്ചെന്ന വാർത്ത പുറത്തു വന്നതോടെ ഈ ദിവസത്തിന്റെ ദുഃഖവും നെഞ്ചിലേറ്റി ഇന്ത്യക്ക് ഉറക്കമില്ലാത്ത ഒരു രാത്രി കൂടി.